നമസ്കാരം ഗൈസ്, നത്തിങ് ഫോൺ 2a കുറിച്ച് ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഇതൊരു ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ റിവ്യൂ ഒന്നുമല്ല. സ്പെസിഫിക്കേഷൻസ് വിത്ത് മൈ ഒപ്പീനിയൻ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാൽപ്പി എണ്ണൻ്റെ തള്ളുകൾക്ക് ശേഷം അവസാനം ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്ന് മാർച്ച് 5-ാം തീയതി നത്തിങ് ഫോൺ 2a 5G ഫോൺ ഇറങ്ങിയിരിക്കുകയാണ്. നത്തിങ് ഫോൺ 1നെ അപേക്ഷിച്ചും നത്തിങ് ഫോൺ 2നെ അപേക്ഷിച്ചും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും പറയാം. കാരണം അതൊരു 40,000 റേഞ്ചിന് നമുക്കൊരു ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു സ്പെസിഫിക്കേഷൻസിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൈസ് കുറയുന്ന സമയത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ അതേ സമയത്ത് 8GB 128GBക്ക് 23,999 രൂപയും 8GB 256GBക്ക് 25,999 രൂപയും 12GB 256GBക്ക് 27,999 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 24,000 രൂപയാണ്. പക്ഷേ എന്തുകൊണ്ടോ ബോക്സിൽ നിങ്ങൾക്ക് ചാർജർ കിട്ടുന്നില്ല. 45 വാട്ടിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സോ 2,500 രൂപയാവും നിങ്ങൾക്ക് ചാർജർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒഫീഷ്യലി വാങ്ങാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ തന്നെയായാലും ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കുറേ റൂമേഴ്സും കാര്യങ്ങളും കണ്ടതാണ്. അവസാനം ഇതാണ് ഡിസൈൻ. ബാക്കിൽ ആ ഒരു ക്യാമറ മൊഡ്യൂൾ അത്യാവശ്യം മിനിമലിസ്റ്റിക് ആണ്, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഡിസൈൻ എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. കാരണം ഗ്ലിഫ് ലൈറ്റിങ്ങും കാര്യങ്ങളും 3 ലൈറ്റായിട്ടാണ് വരുന്നത്. ട്രാൻസ്പെറൻറ്റ് ബാക്കാണ്. പക്ഷേ ഇപ്രാവശ്യം ഗ്ലാസ് അല്ല കൊടുത്തിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. IP54 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് സ്പ്ലാഷ് പ്രൂഫാണ്. 188 ഗ്രാമിൻ്റെ വെയിറ്റ് ഒക്കെയാണ് വരുന്നത്. സോ അത്യാവശ്യം ഹാൻഡിയാണ്, വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. നൈസ് ഡിസൈനാണ്, നൈസാണ് കാണാൻ, അത്യാവശ്യം രസമൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. Type-C പോർട്ട് വരുന്നുണ്ട്. 2.0 ആണ് വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. ഡ്യുവൽ സിം കാർഡ് സ്ലോട്ട് ഓൺലി ആണ്. മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. സോ എടുക്കുമ്പോൾ 8256 എങ്കിലും എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കാലത്ത് 128 നിങ്ങൾക്ക് ചിലപ്പം ഇനഫ് ആവില്ല എന്ന് വരും, ചിലപ്പോൾ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. സോ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. നിങ്ങളെ ടെക് റിലേറ്റഡ് ഉള്ള എല്ലാ വീഡിയോസും ഇവിടെ തന്നെ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കണ്ട. 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ AMOLED സ്ക്രീനാണ് വരുന്നത്. ഫ്ലാറ്റ് സ്ക്രീനാണ്, 10 ബിറ്റിൻ്റെ സ്ക്രീനാണ്, സിമ്മട്രിക്കൽ ബെസൽസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. 30, 60, 90, 120 ആണെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബാറ്ററി ലൈഫ് നല്ലോണം കിട്ടുന്ന രീതിയിലാണ് അവർ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. HDR10+ വരുന്നുണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ കിട്ടുന്നില്ല. നെറ്റ്ഫ്ലിക്സ് വരുന്ന അപ്ഡേറ്റിൽ ചിലപ്പോൾ തരുമായിരിക്കും. ആൻഡ് യൂട്യൂബിൽ നിങ്ങൾക്ക് HDR സപ്പോർട്ട് വരുന്നുണ്ട്. Wide1 L1ൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫുൾ HD സ്ട്രീമിംഗ് നിങ്ങൾക്ക് ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ പറ്റും. ആൻഡ് 1300 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ്. HDR കണ്ടൻറ്റ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് 1100 നിറ്റ്സിൻ്റെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അതായത് നിങ്ങൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ബ്രൈറ്റ്നസ് 700 നിറ്റ്സ് ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്. ജസ്റ്റ് ബ്രൈറ്റ്നസ് സ്ലൈഡർ കൂട്ടുന്ന സമയത്തുള്ള ബ്രൈറ്റ്നസ്. സോ ബ്രൈറ്റ്നസ്സും അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നല്ലോണം ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. 2160 Hz PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. ഫേസ് അൺലോക്കും വരുന്നുണ്ട്. കൂടെ തന്നെ പറയാം IR ബ്ലാസ്റ്റർ നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നില്ല. ആൻഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. ലീനിയർ ആയിട്ടുള്ള എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതായിരിക്കും. അധികം കൂടി പ്രതീക്ഷിക്കാൻ നിൽക്കരുത്. ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതാണ്. Redmi Note 13 Pro Plus-നൊക്കെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സ്പീക്കർ സെറ്റപ്പൊക്കെ കുറച്ചുകൂടി നല്ലതായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ പക്കാണ്, ഒരു കുഴപ്പമില്ല, അടിപൊളി, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിമ്മട്രിക്കൽ ബെസൽസ് ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ കാണുമ്പോൾ ഒരു പ്രീമിയം ഫീൽ അടിക്കുന്നുണ്ട്. മാത്രമല്ല പഞ്ച് ഹോൾ നടുക്കേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു നല്ല തീരുമാനമാണ്, പെർഫെക്റ്റ് തീരുമാനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഓൾ റൗണ്ട് 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്രേറ്റ് ആണ്, ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. പിന്നെ പലവരും കളർ ആക്യുറസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. സ്ക്രീനിനെ കുറിച്ച് കളർ ആക്യുറസി ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആരും നോക്കാൻ പോകുന്നില്ല. നമുക്ക് നല്ലൊരു കളറുള്ള ഡിസ്പ്ലേ കിട്ടിയാൽ മതി. അത് AMOLED ആണെങ്കിൽ അത്രയും നല്ലത്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈസ് ഗ്രേറ്റ്. സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും നോക്കുകയാണെങ്കിൽ Dimensity 7200 Pro 5G എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 4nmൻ്റെ ബേസ്ഡ് ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4X ആൻഡ് UFS 2.2 കുറഞ്ഞു പോയി. 3.1ഉം LPDDR5 ഒക്കെ കൊടുക്കാമായിരുന്നു. ഇനി ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7200 അൾട്രയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ അവർ എക്സ്ക്ലൂസീവ്ലി ഫോർ MediaTek നമുക്ക് നത്തിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചിപ്സെറ്റ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജസ്റ്റ് പേര് മാറ്റി ഇറക്കിയ ഒരു സാമാനം എന്ന് മാത്രം പറയാം. 6,94,000 പുറത്ത് അൻഡ്യൂട്ട് സ്കോർ ഏകദേശം 7 ലക്ഷം വരുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് സ്കോർ. 25,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ല സ്കോർ തന്നെയാണ്.
അതിന് ഏകദേശം 40 FPS ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ജെൻഷ്യൻ ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് 60 FPS കളിക്കുന്ന സമയത്ത് ആവറേജ് 40 FPS ഒക്കെയാണ് കിട്ടുന്നത്. അതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ ത്രോട്ട്ലിംഗ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കിയ സമയത്ത് പലർക്കും 90% അബവ് ത്രോട്ട്ലിംഗ് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ 3D മാർക്കിലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് 40 to 43 ഡിഗ്രി ഒക്കെ മാക്സിമം ടെമ്പറേച്ചർ ഫോണിൻ്റെ സർഫേസ് ടെമ്പറേച്ചർ വരുന്നുള്ളൂ. സോ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നല്ല ഒരു പെർഫോമൻസും ഈ ഒരു ഫോണ് തരുന്നുണ്ട്. സോ ഗെയിമിംഗ് എന്നുള്ളൊരു രീതിയിൽ നോക്കണ്ട, പക്ഷേ ഒരു ഓൾറൗണ്ട് എന്നുള്ള രീതിയിലും എന്നാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ള രീതിയിലും കൂടി ഒരു ഫോണിനെ കാണാം. കാരണം നത്തിങ് ഫോൺ ഒരിക്കലും ഗെയിമിംഗ് എന്നുള്ള രീതിയിലല്ല അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരു ഓൾറൗണ്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല ഡിസൈൻ സെൻട്രിക് ആ ഒരു രീതിയിലാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 13 5G ബാൻഡ്സ് ആണ് വരുന്നത്. വോയിസ് ഓവർ ന്യൂ റേഡിയോ, അതായത് 5G തന്നെ കോൾ ചെയ്യാനുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഡ്യുവൽ 4G വോൾട്ട്, Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.3 വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ബാറ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 8 മണിക്കൂറിൻ്റെയൊക്കെ പുറത്ത് സ്ക്രീൻ ഓൺ ടൈം സുഖമായിട്ട് ഹൈ എൻഡ് ഉപയോഗിക്കത്തിൽ കിട്ടുന്നുണ്ടെന്നാണ് കേട്ടത്. സോ നമുക്ക് സുഖമായിട്ട് 1 day or 2 day വരെയൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാര്യം. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കുത്തിയിടുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ 0 to 100 ആക്കി കിട്ടും. വലിയ കുഴപ്പമില്ല. ഒരു സ്റ്റാൻഡേർഡ് ചാർജിങ് എന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 67 വാട്ട് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. പെട്ടിയിൽ ചാർജർ 45 വാട്ട് പോയിട്ട് 10 വാട്ടിന് ഒരു ചാർജറും പെട്ടിയിൽ കൊടുത്തിട്ടില്ല. സോ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും, ഞാൻ ആദ്യം പറഞ്ഞു. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 14, Nothing OS 2.5. സർപ്രൈസിംഗ്ലി എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം മോട്ടോറോളയ്ക്കൊക്കെ ഒരു അടിയാണിത്. അതായത് ഒരു നല്ലൊരു കോമ്പറ്റീഷനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല OS ആണ്. ഇതുവരെ ക്ലീനാണ് എക്സ്പീരിയൻസ്. ബ്ലോട്ട്വെയറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് Nothing OS കുറച്ചുകൂടി നല്ല ഹൈപ്പ് കയറാൻ. ബഗ്ഗുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ആർക്കാണ് ബഗ്ഗുകളില്ലാത്തത്? പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം നല്ലതുമാണ്. സോ 3 yearsൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 yearsൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. സോ 14 കഴിഞ്ഞ് 15, 16, 17 വരെ നിങ്ങൾക്ക് കിട്ടും. ക്ലീനാണ്. വലിയ ആഡ്, ബ്ലോട്ട്വെയർ, നോട്ടിഫിക്കേഷൻസ്, വെറുപ്പിക്കില്ല, ഒരു പരിപാടിയില്ല. നല്ല സുഖത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ലോക്ക് സ്ക്രീൻ വിഡ്ജറ്റ്സ്, അതായത് ഒരു ഹൈലൈറ്റ് ആയിട്ട് പലരും പറയുന്ന ഫീച്ചേഴ്സ്. ലോക്ക് സ്ക്രീനിൽ നമുക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അലേർട്ട് സ്ലൈഡറിനെയൊക്കെ പോലെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. ഇനി ഈ ക്യാമറയെ കുറിച്ച് അവസാനമായിട്ട് പറയുകയാണെങ്കിൽ 50 MP മെയിൻ ക്യാമറ വരുന്നുണ്ട്, 50 MP അൾട്രാവൈഡ് വരുന്നുണ്ട്. ഡുവൽ ക്യാമറ സെറ്റപ്പ് ഭയങ്കര ഗിമ്മിക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല, പെർഫെക്റ്റ്. 25,000 രൂപയ്ക്ക് 50 MP അൾട്രാവൈഡ് നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും മേ ബി. ആൻഡ് 32 MP സെൽഫി ക്യാമറ നിങ്ങൾക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ 1080p at 60 FPS ആണ് കൊടുത്തിരിക്കുന്നത്, 30 FPS അല്ല. 1080p at 60 FPSൻ്റെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് കൂടിയുള്ള ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 4K സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 4K 30 FPS നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാമറയിലും സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ സാമ്പിൾസ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഫോൺ എൻ്റെ കയ്യിലില്ല. പക്ഷേ എങ്കിലും ക്യാമറ നല്ലതാണ്. പ്രത്യേകിച്ച് സെൽഫി ക്യാമറ നല്ല സാമ്പിൾസാണ് തരുന്നത്. 26,000 രൂപയ്ക്ക്. ടോപ്പ് വേരിയൻറ്റിന് ഏകദേശം 28,000 രൂപയുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ തക്ക വിധത്തിലാണ് ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ 30,000-നൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ലെങ്കിലും നിങ്ങൾക്ക് 25 ആ ഒരു റേഞ്ചിൽ എന്തായാലും നല്ലതാണ്. 25 റേഞ്ചിൽ പക്കയാണതൊന്നും ഒന്നും പറയാനില്ല. സോ 25,000 രൂപയ്ക്ക് ആ ഒരു 8256 അത് പക്കയാണ്. 256 പോകണമെന്ന് ഞാൻ പറയില്ല. ഈ 256 പക്ക ലോക്ക് എടുക്കുക. കാരണം അത്യാവശ്യം നല്ല പ്രൈസാണ്, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസും ബാറ്ററിയും കിട്ടുന്നുണ്ട്. ചാർജർ നമ്മൾ എക്സ്ട്രാ വാങ്ങണം, അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ എങ്കിലും ഈ ഇങ്ങനൊരു ബ്രാൻഡും കൂടി അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. നമുക്കൊരു സാംസങ്ങിനെ പോലെയും അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ One UI നല്ല രസമാണല്ലോ, പിന്നെ മോട്ടോറോളേനെ പോലെയൊക്കെ. അപ്പം ഓൾറൗണ്ട് ക്യാമറയും നല്ലതാണ്. ക്യാമറയും ലൊട്ടക്കോയും ഒന്നുമല്ല. മോട്ടോറോളയൊക്കെ കുറച്ചുകൂടി ക്യാമറയിൽ താഴേക്കാണ്, പക്ഷേ ഇവിടെയും ക്യാമറ കുറച്ച് നല്ലതാണ്. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഓൾറൗണ്ടായിട്ട് നമുക്ക് നല്ലൊരു ഫോൺ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഫോണാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് നോർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ വേണ്ടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാനും മറക്കണ്ട. ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമും പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.